and welcome to English Ladder. This is Beena Mathew here. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെജിറ്റബിൾസിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി വെജിറ്റബിൾസിൻ്റെ വല്ല ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ വല്ല ആണോ ഈ പറയാൻ വരുന്നതെന്ന്. അതൊന്നും അല്ല കേട്ടോ. നമ്മൾ വളരെ കോമൺലി യൂസ് ചെയ്യുകയും വീട്ടിലൊക്കെ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഇംഗ്ലീഷ് നെയിംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കുറേയൊക്കെ വെജിറ്റബിൾ നെയിംസ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? പക്ഷേ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ചേറെ വെജിറ്റബിൾസ് ഉണ്ടല്ലേ? പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എന്നൊക്കെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചു പോകും അല്ലേ? പിന്നെ വേറെ വേറെ വെജിറ്റബിൾസ് ഉണ്ട്, രണ്ട് പേരൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂസിങ് ആൻഡ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസിൻ്റെ ഇംഗ്ലീഷ് നെയിംസിലാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. സോ അധികം സമയം കളയാതെ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെജിറ്റബിൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയ കൂർക്കയാണ്. അപ്പോൾ ഈ കൂർക്കനെ എന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് അറിയുമോ? ഞാൻ പറയാം. ചൈനീസ് പൊട്ടേറ്റോ എന്നാണ് നമ്മൾ കൂർക്കനെ പറയുന്നത്. ചൈനീസ് പൊട്ടേറ്റോ. അപ്പോൾ നമ്മുടെ അടുത്ത വെജിറ്റബിൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടമുള്ള ചീരയാണ്. അപ്പോൾ ചീരയ്ക്ക് നമ്മൾ പറയുന്നത് സ്പിനച്ച് എന്നാണ്. ചിലർ സ്പിനാച്ച് എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷേ അതല്ല കേട്ടോ, സ്പിനച്ച് എന്നാണ് പറയേണ്ടത്. ഓക്കെ. അപ്പോൾ അടുത്തത് ബേർഡ്സ് ഐ ചില്ലി. എന്താണല്ലേ ഈ ബേർഡ്സ് ഐ ചില്ലി? എന്തോ ഒരു ചില്ലിയാണെന്ന് മനസ്സിലായല്ലേ? മറ്റാരുമല്ല, നമ്മുടെ കാന്താരിയാണ്. ബേർഡ്സ് ഐ ചില്ലി എന്ന് പറയുന്നത് നമ്മുടെ കാന്താരിക്കാണ് ബേർഡ്സ് ഐ ചില്ലി എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ചേന. ചേനയ്ക്ക് എന്താണോ ഇംഗ്ലീഷിൽ പറയുക? യാം. യാം എന്നാണ് ചേനയ്ക്ക് പറയുക. അടുത്തത് നമ്മുടെ കായാണ്, നമ്മുടെ പച്ചക്കായ. പച്ചക്കായ നമ്മുടെ വാഴയ്ക്കെന്ന് പറയും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് പ്ലാന്റൻ എന്നാണ് പറയുന്നത്. പ്ലാന്റൻ എന്നാണ് നമ്മൾ കായ അല്ല നമ്മുടെ വാഴയ്ക്ക് വേണ്ടി പറയുക. ഇനി അടുത്തത് രണ്ട് പേരുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ. നമ്മുടെ ക്യാപ്സിക്കം. ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ക്യാപ്സിക്കത്തിന് മറ്റൊരു പേരുണ്ട്, ബെൽ പെപ്പേഴ്സ് എന്ന് പറയും. ക്യാപ്സിക്കത്തിന് നമ്മൾ ബെൽ പെപ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇനി ഏത് പേര് ചോദിച്ചാലും കൺഫ്യൂഷൻ അടിക്കേണ്ട. ക്യാപ്സിക്കം ആണെങ്കിലും ബെൽ പെപ്പേഴ്സ് ആണെങ്കിലും നമുക്കറിയാം ഒരാളാണെന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക. നമ്മുടെ വെണ്ടയ്ക്ക് നമ്മൾ യൂഷ്വലി പറയുന്നത് എന്താണ്? ലേഡീസ് ഫിംഗർ. പക്ഷേ ലേഡീസ് ഫിംഗർ എന്നല്ല നമ്മൾ ഇൻ്റർനാഷണലി അതിനെ പറയാം. ഓക്ര എന്നാണ് ഇൻ്റർനാഷണലി അതിനെ യൂസ് ചെയ്യുന്ന ഒരു നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ലേഡീസ് ഫിംഗർ തെറ്റാണെന്നല്ല, ബട്ട് നമ്മൾ ഇൻ്റർനാഷണലി കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓക്ര എന്നാണ്. ഓക്കെ. സോ ലേഡീസ് ഫിംഗർ ആൻഡ് ഓക്ര. അടുത്തത് നമ്മുടെ വഴുതനങ്ങയാണ്. നമ്മൾ കോമൺലി പറയാറുള്ളത് എന്താണ്? ബ്രിഞ്ചോൾ എന്നാണല്ലേ പറയാം. ബ്രിഞ്ചോളിന് മറ്റൊരു പേരുണ്ട് എഗ് പ്ലാന്റ്. ഓക്കെ. ബ്രിഞ്ചോളിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് എഗ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ രണ്ട് പേരുള്ളവരുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ എം ഷ്യൂർ ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ ഫോർ യു ഓൾ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു പല വീഡിയോകളായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ടിൽ വി മീറ്റ് അഗൈൻ, ഇറ്റ്സ് ബൈ ബൈ, ടേക്ക് കെയർ.